ഹായ്, ഞാനിപ്പം ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ടൂർ എന്നുള്ള ഡീറ്റെയിൽസ് പുറകിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ടൂറിൽ ഞാൻ മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഏകദേശം നമ്മളൊരു 35 പേരോളം നമ്മുടെ കൂടെ പോകാനുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഗോവയ്ക്ക് പോയായിരുന്നു. അതേ ടൂർ പാക്കേജ് പോലെയാണ് ഇവിടെ നമ്മൾ പോകുന്നത്. ചെക്കിന്നൊക്കെ കഴിഞ്ഞു, നമ്മൾ എയർപോർട്ടിനകത്ത് കയറി. ഇനി ബാഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് എയർപോർട്ടിലില്ല. അവരോടൊപ്പം നമ്മളും പോവുകയാണ്. എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. 360. അപ്പം നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നേരെ ഇനി അകത്തോട്ട് പോകാൻ പോവാണ്. ഏതായാലും ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കുട്ടികൾ 2 പേരും. ഹായ് സാങ്, നേരത്തെ കുട്ടിയാ. ഹായ് സാങ്. എന്തായാലും നമ്മൾ വലിയൊരു ആകാംക്ഷയിലാണ്. കാരണം കുട്ടികൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അപ്പം നോക്കാം. യെസ്, ചാങ്. അപ്പം നേരെ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. എത്തല്ലേ 360. ബസ്സുണ്ട്. അപ്പോൾ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ബസ്സിലുള്ള ആളുകളൊക്കെ കയറ്റി കഴിഞ്ഞു. ഫസ്റ്റ് ട്രിപ്പിൽ എല്ലാവരും കയറ്റി കഴിഞ്ഞു. അടുത്ത ബസ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമുക്ക് ധാരാളം ബസ്സുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറിയാൽ വ്യൂസ് കിട്ടും എന്ന് വിചാരിക്കുന്നു. യെസ്, ബസ്സിൽ കയറാൻ പോവാണ്. നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഹൈദരാബാദ് വരെയാണ്. ഹൈദരാബാദ് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. വി ആർ ഗോയിങ് ടു ഒഡീഷ. അപ്പം കണക്ഷൻ ഫ്ലൈറ്റാണ്. ട്രിവാൻഡ്രം ടു ഹൈദരാബാദ്, ഹൈദരാബാദ് ടു ഭുവനേശ്വർ. അപ്പോൾ ഇത് ഹൈദരാബാദ് വരെ ഉള്ളൂ. നമുക്കിനി ഫ്ലൈറ്റിനകത്തോട്ട് കയറണം. നമ്മുടെ കുട്ടിപ്പട്ടാളം ഇറങ്ങുന്നേ ഉള്ളൂ. ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. ಹಂಗದ ನಮಗೆ ಗೇಟ್ 140. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിനേക്കാൾ വലുതാണ്.
ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ നല്ല വലുത് തന്നെയാണ്. ഇവിടെ ഏകദേശം 140 ഗേറ്റാണ് ഉള്ളത്. ട്രിവാൻഡ്രത്ത് ഏകദേശം 10 ഗേറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. നമ്മുടെ ഗേറ്റ് 19 ഇപ്പം നമ്മൾ എത്തിയത് 14 കണ്ടില്ലേ. ഇപ്പോൾ 14 ആയതേ ഉള്ളൂ. 19 നമ്പറുണ്ട്. പക്ഷെ കഴിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ബില്ല് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനായിട്ട് തോന്നില്ല. അപ്പം മനസ്സിലായി, എയർപോർട്ടിൽ വൈഫൈ ഫ്രീ ആണ് കേട്ടോ. നമ്മൾ വൈഫൈ എടുക്കുക. വൈഫൈ എടുക്കുമ്പോൾ ഹൈദരാബാദ് ആയതുകൊണ്ട് ഹൈദരാബാദ് എയർപോർട്ടെന്ന് കാണിക്കുന്നു. ചെക്കിംഗ് ദ ക്വാളിറ്റി ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഹൈദരാബാദ് എയർപോർട്ട്. അങ്ങനെ ഹൈദരാബാദ് എയർപോർട്ട് നമുക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് കുട്ടിപ്പട്ടാളത്ത് എഴുന്നേറ്റ് പൊക്കിക്കൊണ്ടുപോയായിരുന്നു. അവർ ഫ്രഷൊന്നും ആയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആവാമെന്ന് വെച്ച് നമ്മളിവിടെ എയർപോർട്ടിൽ ഫ്രഷായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ ഹൈദരാബാദ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇഡ്ഡലിയും ചട്നിയായിരുന്നു നമ്മുടെ രാവിലത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് നമുക്ക് ഭുവനേശ്വറിലെത്തിയിരിക്കുകയാണ്. ബിഫോർ ടൈമാണ്. 1:20 പറഞ്ഞത്. പക്ഷേ 1 മണിക്ക് തന്നെ നമ്മളിവിടെ എത്തി. നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യാന്നുള്ളതാണ്. ഈ ലഗേജ് കളക്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഇവിടെ. നമ്മുടെ ലഗേജ് വന്നോന്നറിയില്ല. നമ്മുടെ വേദം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ ഒരു ഹോട്ടൽ UG മാൻഷൻ, അവിടെയാണ് ചെക്ക് ഇൻ ചെയ്യുക. ഒന്ന് ഫ്രഷ് ആകുക, ഊണ് കഴിക്കുക. വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. കാരണം എല്ലാവരും 4 മണിയോടുകൂടി എയർപോർട്ടിൽ എത്തിയതാണ്. അപ്പോൾ എയർപോർട്ടിൽ 4 മണിക്ക് എത്താൻ വേണ്ടിയിട്ട് 2 മണിക്ക് ഉറക്കം എഴുന്നേറ്റവരാണ് എല്ലാവരും. പിന്നെ ഈ 2 ഫ്ലൈറ്റ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈദരാബാദ് ഭുവനേശ്വർ ഫ്ലൈറ്റ് അത്രയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല. നല്ല സ്പോട്ടിലേക്കാണ്. പക്ഷേ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് തന്നെ എത്ര സമയം കൊണ്ട് റെഡി ആയിട്ട് വരും എന്നല്ല. അങ്ങനെ റൂമിൽ പോയിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ ഡൈനിങ്ങിൽ വന്നു. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് 2 കുക്ക് കൂടെ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഫുഡ് നമുക്ക് കിട്ടി. ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ പോയത് ലിംഗരാജ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ്. ഭുവനേശ്വരത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രമാണ് ലിംഗരാജ ക്ഷേത്രം. बोलो गोविंदा हरे बोलो गोविंदा, बोलो गोविंदा हरे बोलो गोविंदा, बोलो गोविंदा हरे बोलो गोविंदा. അത് നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞു. ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ലിംഗരാജപുരം ക്ഷേത്രത്തിലേക്കാണ്. ഇതാ നേരെ കാണുന്നതാണ് ലിംഗരാജപുരം ക്ഷേത്രമാണിത്. ലിംഗരാജപുരം നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വാഹനം ക്ഷേത്രത്തിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 500 മീറ്ററോളം നടന്നിട്ട് വേണം ഈ ക്ഷേത്രത്തിൽ പോകുവാനായിട്ട്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മൊബൈൽ ഫോണും ക്യാമറകളൊന്നും ഈ ക്ഷേത്രത്തിനുള്ളിൽ അനുവദനീയമല്ല എന്ന് പറയുന്നത്. പക്ഷേ ക്ഷേത്രം ഞാൻ ഇവിടെ വരുമ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രമൊന്നും പിന്നെ ഭുവനേശ്വർ കൊണാർക്ക് ക്ഷേത്രമൊന്നും ഒക്കെ കേട്ടിട്ടുണ്ട്.
പക്ഷേ ഈ ലിംഗരാജ ക്ഷേത്രം, ലിംഗരാജപുരം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പക്ഷേ ലിംഗരാജ ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അവിടുത്തെ വാസ്തുവിദ്യയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും മനസ്സിലാക്കണം. അപ്പോൾ ഒരിക്കലെങ്കിലും ഭുവനേശ്വരം വരും, നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പുരി ജഗന്നാഥ ക്ഷേത്രവും ഈ ക്ഷേത്രവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അവിടുത്തെ ക്ഷേത്ര വിധി അതുപോലെ തന്നെയാണ് ഇവിടെയും. അവിടെയും പതാക മാറ്റുന്ന ചടങ്ങുണ്ട്, ഈ ക്ഷേത്രത്തിലും പതാക മാറ്റുന്ന ചടങ്ങുണ്ട്. പുരിയിൽ വൈകിട്ടാണ് പതാക മാറ്റുന്നതെങ്കിൽ ഈ ക്ഷേത്രത്തിൽ രാവിലത്തെ പൂജയ്ക്ക് ശേഷം പതാക മാറ്റാറുണ്ട്. ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളുടെയും മാതൃകകൾ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. കാരണം ഞാനിവിടെ വരുന്നതിന് മുമ്പ് പുരി ക്ഷേത്രത്തെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്തിരുന്നു. പുരി ക്ഷേത്രത്തിൻ്റെ ഗോപുരം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ലിംഗരാജ ക്ഷേത്രത്തിൻ്റെയും ഗോപുരം ഉള്ളത്. കാരണം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും കാണാൻ ഒരുപോലെ ആയിരിക്കും. അതുപോലെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവരുടേതായിട്ടുള്ള ക്ഷേത്രാചാരങ്ങളും കാണുമല്ലോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ്. അതും വളരെയധികം പഴക്കമേറിയ ഒരു ക്ഷേത്രം തന്നെയാണ്. സിദ്ധേശ്വര ടെമ്പിൾ 9th 10th സെഞ്ച്വറി. മുകുട്ടേശ്വര സിദ്ധേശ്വര ടെമ്പിൾ. ജെം ഓഫ് കലിംഗം, നമ്മുടെ കലിംഗ മഹായുദ്ധം അതൊക്കെ നടന്ന സ്ഥലമാണ് ഒഡീഷ. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നേരെ ഹോട്ടലിൽ പോവുക, ഡിന്നർ കഴിക്കുക, ഉറങ്ങുക. നാളെ രാവിലെ അടുത്ത ട്രിപ്പ് തുടങ്ങും. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്നൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. എപ്പോഴും ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എല്ലാവരെയും നിർത്തിയൊരു ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതൊന്ന് തന്നെയാണ്. അങ്ങനെ നേരെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതും അവിടെ നിന്ന് തന്നെ ഭക്ഷണം പാചകം ചെയ്തതാണ്. ചപ്പാത്തി, പുലാവ്, പനീർ, പിന്നെ നമ്മുടെ സാലഡും. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പാചകക്കാരായതുകൊണ്ട് ഭക്ഷണം അതിഗംഭീരമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭക്ഷണം കഴിച്ചു. ഇനി നേരെ റൂമിലേക്ക്, അവിടെ നിന്ന് നേരെ ബെഡിലേക്ക്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നാളത്തെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.